ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്നുള്ളത് നമ്മുടെ പൊങ്ങത്തുള്ള ഗ്രേസ് ഗാർഡൻ അഗ്രോ നഴ്സറിയിലാണ്. ഓൾറെഡി നമ്മൾ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അനാഥര നഴ്സറി എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ രണ്ടാമത് കുറച്ച് നല്ല ഓഫേഴ്സും കുറച്ച് പുതിയ സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പരിചയപ്പെടുത്താനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ഉറുമി ചേട്ടൻ ഇവിടെ ഉണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ മറ്റേ വീഡിയോ അത്യാവശ്യം നല്ലപോലെ ഹിറ്റായി. അത് കഴിഞ്ഞ് നമ്മൾ ബ്യൂട്ടി പാർലറിന്റെ വീഡിയോ ചെയ്തു, നമ്മുടെ സെയിം സഹോദര സ്ഥാപനമായിട്ട് അത് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ കുറച്ചധികം വേറെ സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പരിചയപ്പെടുത്താനാണ് നമ്മൾ വന്നിരിക്കണേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പോൾ ചേട്ടാ നമുക്കിപ്പോ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും പുതിയ ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനുണ്ടോ? ഓഫർ നമുക്കിപ്പോ വീണ്ടും സ്റ്റാർട്ട് നമ്മളിപ്പോഴും കൊടുക്കുകയാണ്. 400 രൂപയുടെ തെങ്ങ്, മലേഷ്യൻ ഗ്രീൻ തെങ്ങ് ഇവിടെ വരുന്നവർക്കൊക്കെ 400 രൂപയ്ക്ക് ഫ്രീ. അതായത് അന്ന് നമ്മൾ കൊടുത്ത അതേ ഓഫർ. അതായത് ഈ വീഡിയോ കണ്ട് ഇവിടേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും വാങ്ങണം എന്നില്ല, ജസ്റ്റ് ഒന്ന് വന്ന് കണ്ട് നിങ്ങൾക്ക് ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 400 രൂപയുടെ ഒരു തെങ്ങിൻ തൈ ഇവർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. അപ്പം നിങ്ങൾ വേറെ ഒന്നും നിങ്ങൾക്ക് വാങ്ങണ സാധനങ്ങളൊക്കെ കൂടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ വാങ്ങാനായിട്ട് താല്പര്യമില്ല, ഇപ്പോൾ തെങ്ങിൻ തൈ ഈ സ്ഥലം കണ്ടിട്ട് തെങ്ങിൻ തൈ കെട്ടി പോകണം എന്നുള്ളവരാണെങ്കിൽ അങ്ങനെയും വരാം. ഇനി തെങ്ങ് വേണ്ടാത്തവർക്ക്, ചിലർക്ക് തെങ്ങ് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അവർക്ക് നമ്മൾ വേറൊരു ഓപ്ഷനാണ് ഇത് ചെടി. ഇത് ഫോക്സ് ടെയിൽ എന്ന് പറയും, ഫോക്സ് ടെയിൽ പാമ്പ്. ഇത് കുറുക്കന്റെ വാല് പോലെ ഇരിക്കും. ഈ തെങ്ങ് വേണ്ടവർക്ക് തെങ്ങ് ഫ്രീ കൊടുക്കും, അല്ലാത്തവർക്ക് ഇത് ഫ്രീ. ഇനിയുണ്ട് നമുക്ക് അത് ചേട്ടൻ ഒന്ന് പറഞ്ഞു തരും. അതായത് നമുക്ക് ഇത് രണ്ടും വേണ്ട, ഇത് രണ്ടും വേണ്ടാത്തവർക്ക് ഞങ്ങളൊരു പുതിയ ബ്യൂട്ടി പാർലർ തുടങ്ങി, ഇവര് പിള്ളേര്. അപ്പൊ അവിടെ വരുന്നവർക്ക് ഹെയർ കട്ടിങ്, ഹെഡ് മസാജ്, ഫേഷ്യൽ സ്ക്രബ്, ഇത് മൂന്നും ഫുള്ള് ഫേസ് സ്ക്രബ്. ഇത് മൂന്നും ഫുള്ള് ഫ്രീ. തെങ്ങിന്റെയും ഇതും വേണ്ട എന്നുള്ളവർക്ക് നിങ്ങൾക്ക് വേറൊരു ഇതാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓഫർ കൂടി ഉണ്ട് കേട്ടോ. അതായത് അതുള്ളത് കോട്ടമുറിയിലാണ്. അതിന്റെ പേര് ഇത് തന്നെ, ഗ്രേസ് ഫാമിലി ബ്യൂട്ടി സലൂൺ, അതാണ് പേര്. നമ്മളോട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ലൊക്കേഷനും ഇവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ അതൊന്നും വേണ്ടാത്തവർക്ക് ഈ വീഡിയോ കണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ഇവർ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറേ ഓഫറുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ചേട്ടാ? അത് ചെടികളെ കുറിച്ചൊക്കെ അവർ പിള്ളേര് പരിചയപ്പെടുത്തി തരും. ബാക്കി തെങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി. അപ്പോൾ നമുക്ക് ആദ്യം തെങ്ങിന്റെ സ്റ്റാർട്ട് ചെയ്യാം. ഇതെന്തായിരുന്നു? തെങ്ങന്നല്ലേ? ഇത് മലേഷ്യൻ യെല്ലോ ഡാർഫ് ഗോൾഡ് എന്ന് പറയും. വെറൈറ്റി ഉണ്ട്, ഇല തന്നെ മഞ്ഞച്ചിരിക്കുന്നത്. ഇത് പക്ഷെ ചെന്തങ്ങല്ല കേട്ടോ, ഗവളിയല്ല. ഇത് മലേഷ്യന്റെ ആണ്, വലിയ തേങ്ങയാണ്, കാമ്പ് കൂടുതലാ, നല്ല വലുപ്പം ഉണ്ടാവും. ഇത് കണ്ടോ, ഇതുപോലെ ഉണ്ടാവും. ഇത് ചെറുപ്പത്തിലെ കൊല കുത്തി കായ്ക്കും. ഈ മോഡൽ ഹൈറ്റ് വെക്കില്ല, ആ ഒരു ടൈപ്പാണ് ഇവിടെ ഉള്ളത്. ആ ഒരു ഇത് എത്ര രൂപ വരും ചേട്ടാ അതിന്? ഇവിടെ ഏത് തെങ്ങെടുത്താലും 200 രൂപയുള്ളൂ. 200 രൂപ. അത് പക്ഷെ നമുക്ക് വീഡിയോ കണ്ട് വരുന്നവർക്ക് ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. തെങ്ങിന്റെയൊക്കെ പരിചയപ്പെടാൻ മതി. ഇവിടെ കുറച്ച് ജാതിയുടെ തൈരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഇത് എന്ത് ടൈപ്പ് ജാതി ചേട്ടാ? ഇത് പല വെറൈറ്റി ഉണ്ട്. പുല്ലനുണ്ട്, കടുമാക്കാനുണ്ട്, കിണറ്റുംകരയുണ്ട്, അങ്ങനെ പല വെറൈറ്റീസ് വരുന്നുണ്ട്. ഇത് നോക്കി 2 തട്ട് 3 തട്ടായ ജാതിക്ക് 300 രൂപയുള്ളൂ. 300 വെറും 300 രൂപയ്ക്കായിട്ട് ഇവിടെ കൊടുക്കുന്നത്. 2 തട്ട് 3 തട്ടൊക്കെ ആയ ജാതികളാണ് ഇവിടെ ഉള്ളത്. 300 രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ഇത് ജംബോട്ടിക്കാവ. ഇത് കണ്ട മരമുന്തിരി എന്ന് പറയുന്ന സാധനം. ഇത് കണ്ടത്, ഇത് പൊട്ടി തുടങ്ങി, പൂവായി തുടങ്ങി. അതിന് 2000 രൂപയുള്ളൂ. ഇവിടെ 2000. ഇത്രയും വലിയതിട്ടാണ്, വലിയ 2000. ഇത്രയും പ്രൈസ് കുറവിന് നിങ്ങൾക്ക് കിട്ടില്ല ഈ സാധനം. ജംബോട്ടിക്കാവ് എന്ന് പറയുന്നത് ആ ഒരു ടൈപ്പ് കൂടി ഉണ്ട്. പിന്നെ നമുക്ക് ഇത് അടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് തെങ്ങിൻ തൈ തന്നെയാണോ? അല്ല, ഇത് അടയ്ക്കാമരം. ഇത് മലേഷ്യൻ വർദ്ധൻ എന്ന് പറയും. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അടയ്ക്കയ്ക്ക് വലിപ്പം കൂടുതലാ, കല്ലനടയ്ക്ക വെയിറ്റ് കൂടുതലാ. പിന്നെ ഇത് 19 കൊല്ലം കേടില്ലാതെ അടയ്ക്കുണ്ടാവും. ഇതിന്റെ ചെറിയ ടൈപ്പും ഉണ്ട്, വലിയ ടൈപ്പ് ആണ്. ഇത് വലിയ ടൈപ്പ് അത് ഏതെടുത്താലും ഒരു വലിയ. ഇതിന് 5 രൂപ കൂടുതൽ, 35 രൂപ. മറ്റുള്ളതിനൊക്കെ 30 രൂപ. ഇന്റർസി, മംഗള, മോഹിനാർ, കാസർഗോഡൻ, നാടനൊക്കെ 30 രൂപ. ഇതിന് മാത്രം 35 രൂപയ്ക്കാണ് ഇത് കൊടുക്കണം. അപ്പൊ ആ ഒരു ടൈപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് ഇത് തെങ്ങിൻ തൈകൾ. ഇത് എന്ത് മോഡലാണ്? ഇത് മലേഷ്യൻ ഗ്രീൻ. മലേഷ്യൻ ഗ്രീൻ എന്ന് പറഞ്ഞ തെങ്ങാണ്. നല്ല കടവണ്ണമുള്ള നല്ല തൈക്കളാണ്. കടവണ്ണം നല്ല രീതിക്കുള്ളതാണ്. ഇത് എന്ത് മണ്ണാണ് ഇട്ടിരിക്കുന്നത്? ഇത് മണ്ണല്ല. ഞങ്ങൾ എന്താ വെച്ചാൽ മണ്ണിടുമ്പോൾ ഞങ്ങൾക്ക് ഒക്കെയാണ് കൂടുതൽ പോണത്. ഗുജറാത്ത്, പൂന, കൽക്കട്ട, ഡൽഹി ഒക്കെ. അപ്പൊ അവർക്ക് വെയിറ്റ് കൂടണം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ചകിരിച്ചോറും വേറെ ഒരു ഉമിച്ചാരവും വളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പൊ തെങ്ങിന് നല്ലതാണ്, കേട് വരികയില്ല, വെയിറ്റ് വളരെ കുറവായിരിക്കും. ഇവിടെ ഇരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം
ഹെൽത്തി പ്ലാന്റ്സ് ആട്ടോ, ഫുള്ള് ഇത് നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ്. ഇതിനൊക്കെ എത്രയായിരിക്കും റേറ്റ് വരുന്നത്? ഇതിനൊക്കെ 200 രൂപയാണ്, പക്ഷെ അത് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് തെങ്ങിൻ തൈക്ക് മിക്കതിന് 200 രൂപ. ഏത് വെറൈറ്റി എടുത്താലും 200 രൂപയുള്ളൂ. പിന്നെ ഡിസ്കൗണ്ടും കൊടുക്കും. നിങ്ങൾ ബൾക്ക് ഒക്കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിനുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളും 150 രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്നിരുന്നേ. ആള് ചെയ്ത് തരും കേട്ടോ. ആ ഒരു ടൈപ്പ് ഉണ്ട്. പിന്നെ അത് വേറെ മോഡലാണോ ആയിരിക്കുന്നത്? അത് വേറെ. അത് ഏത് ടൈപ്പ്? നാടൻ തെങ്ങ്. അതിന് 100 രൂപയുള്ളൂ. 100 രൂപയുടെ നാടൻ തെങ്ങിൻ തൈകളാട്ടത് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ നാടൻ തെങ്ങിൻ തൈ നോക്കുന്നവർക്ക് ഇതാണ്. ഈ നാടൻ തെങ്ങ് നമ്മുടെ നല്ല ഹൈറ്റിൽ, അത് കുറച്ച് ഹൈറ്റിൽ പോകും. ഇത് നമ്മുടെ ഡീൻ ഡ്യൂട്ടി. ഇത് കണ്ടതേ കടവണ്ണം നോക്കി, ഇതുണ്ട് തടി തിരിഞ്ഞു തുടങ്ങിയ ഈ തൈക്കൊക്കെ 200 രൂപ തന്നെ ഉള്ളൂ. ഇതിന് 200. ഇത്ര ഹൈറ്റ് വെച്ചതിന് 200 രൂപ. ഇത്ര ഹൈറ്റ് വെച്ചത് അവിടെ ഉള്ള ചെറുതിനും ഇത്രയും ഹൈറ്റ് വെച്ച് നിൽക്കണ ഈ ഒരു തെങ്ങിനും സെയിം റേറ്റ് ആണ്. ഇത് ഡീൻ ഡ്യൂട്ടി എന്ന് പറയുന്ന വെറൈറ്റി ആണ്. ഇത് മൊത്തം ഇത്രയും തെങ്ങിൻ തൈകളോട് ഇരിപ്പുണ്ട്. ഇതിനും ആ റേറ്റേ വന്നുള്ളൂ. പിന്നെ ഇത് അടയ്ക്കാരോ അല്ലേ? അത് അടയ്ക്കാരോ. നേരത്തെ നമ്മൾ കണ്ട അത് ഇന്റർസിമംഗള. ഇത് ഇന്റർസിമംഗള എന്ന് പറയുന്ന വെറൈറ്റി ആണ്. ഇതിന് എത്ര രൂപ? അതിന് 30 രൂപയുള്ളൂ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇന്റർസിമംഗളയും മലേഷ്യൻ വർദ്ധനും ഒക്കെ കുറഞ്ഞ് കായ്ക്കും. ഹൈബ്രിഡ് ആണ്, പുള്ളനാണ്. പക്ഷെ ഈ ഇന്റർസിമംഗളയ്ക്കൊക്കെ ആദ്യം ഒരു 5-6 കൊല്ലം നന്നായിട്ടുണ്ടാവും, നല്ല തള്ളുകൾ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കഴിയും. പിന്നെ അതിന്റെ തല ഇങ്ങനെ നേർത്തു വരും. പിന്നെ മഹാളി എന്ന് പറഞ്ഞൊരു കേടും വരുന്നുണ്ട്. അത് കഷ്ടം. ഇപ്പൊ നമ്മുടെ കൃഷിക്കാരൊക്കെ ഇപ്പൊ വരുമ്പോ പറയുന്ന റിപ്പോർട്ടാണ്. അതേ സ്ഥാനത്ത് മലേഷ്യൻ വർദ്ധന കേടില്ല. 19 കൊല്ലം കേടില്ലാതെ ഉണ്ടാവും. ഇതും സെയിം തെങ്ങ് തന്നെയാണ്. അത് കുറ്റ്യാടിയുടെ വലുത്. കുറ്റ്യാടി എന്ന് പറയുന്ന തെങ്ങ് തൈ. അത് കുറ്റ്യാടി എന്ന് പറയുന്ന മോഡലുള്ള തെങ്ങ് തൈ. ഇതിന് സെയിം റേറ്റ് ആണോ? 200 തന്നെയാണോ? അത് 200 തന്നെ. 200 തന്നെയാണ് അതിന്റെ റേറ്റ് വന്നത്. അതെ ഇവിടെ ലോഡ് ഇവിടെ തെങ്ങ് തൈ കയറ്റിക്കൊണ്ട്. ഇത് തെങ്ങ് തൈ അല്ലേ ചേട്ടാ? തെങ്ങ് മലേഷ്യൻ ഗ്രീൻ, മലേഷ്യൻ ഡീൻ ഡ്യൂട്ടി, ഗംഗാപോണ്ടം, സണ്ണങ്കി എല്ലാ വെറൈറ്റി ഉണ്ട്. ഇതിപ്പോ കാസർഗോട്ടേക്കാണ് ലോഡ് കയറ്റുന്നത്. അവരിവിടെ വന്നാണ് എടുക്കുന്നത്. ഇത്രയും തെങ്ങ് തൈ കാസർഗോട്ടേക്കാണ് അത് പോകേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആൾക്കാർ ഇവിടെ ഉണ്ട്, അത് എടുക്കണ ചേട്ടനോട് ചോദിക്കുന്നത്. ചേട്ടാ നമസ്കാരം. ചേട്ടന്റെ പേര്? ഷഹൻഷാ എന്നാണ്. ഷഹൻഷാ. ഞങ്ങൾ ഇവിടുന്ന് സ്ഥിരമായിട്ട് ഇവിടെ തന്നെ തെങ്ങ് തൈ എടുക്കുന്നത്. കാസർഗോഡ് നിന്നാണല്ലോ വരുന്നത്. അത്രയും ദൂരത്തുനിന്ന് ഇവിടെ വന്നാണ് എടുക്കണേ. അത് നമുക്ക് അതിനുള്ള തെങ്ങിനുള്ള ഗുണമുണ്ട്. ഏത് തൈ എടുത്താലും അതിന് എല്ലാം ഒരുപോലെയാണ്. അല്ല ചിലത് ചെറിയ തൈ വലിയ തൈ അങ്ങനത്തെ ഒരു വ്യത്യാസമൊന്നുമില്ല. ഇതിപ്പോ എന്ത് വെറൈറ്റി എടുത്തിരിക്കുന്നത്? നമ്മൾ എടുത്തിരിക്കുന്നത് ഗംഗാപോണ്ടാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ ആള് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ. കാരണം ആൾക്ക് ഇപ്പൊ കൂടുതൽ എടുത്താലും കുറവ് എടുത്താലും ആളെ മനസ്സറിച്ച് നല്ല രീതിക്ക് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. നമുക്ക് അത്രയും ദൂരം വരുന്നതുകൊണ്ടാണ് തോന്നുന്നത്. ഇപ്പൊ ചേട്ടൻ കൃഷിയാണ് എടുത്താണോ അതോ ഷോപ്പിലേക്ക് വേണ്ടി എടുത്തോ? രണ്ടും ഉണ്ട്. കൃഷിക്കായിട്ടുണ്ട്, പുറത്ത് കൊടുക്കാനും വേണ്ടി. അപ്പൊ അത് അവിടെ അത്രയും ദൂരത്തുനിന്നാണ് ഇവിടെ വരുന്നത്. ഇത്രയും തൈകളെ ഇവിടുന്ന് കാസർഗോഡ് നിന്ന് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാലോ എന്തോരം ക്വാളിറ്റിയും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് ആളിവിടെ വന്ന് എടുക്കണേന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതും മുളപ്പിക്കാൻ പറ്റുന്നതാണ്. അത് ഗോൾഡൻ ബാമ്പു എന്ന് പറയും. ഗോൾഡൻ ബാമ്പുവിന്റെ തൈക്കളെ എല്ലായിടത്തും 1000 രൂപയൊക്കെ. ഇവിടെ നമ്മുടെ അടുത്ത് അതിന് 300 രൂപയുള്ളൂ. ഇതിനല്ലേ? ഇതിപ്പോ മുളപ്പിക്കാൻ വെച്ചതാണോ അതോ? ഇത് മുളപ്പിക്കാൻ വെച്ചേക്കണം. ഇത് വലിയ തൈയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് കടക്കേന്ന് കണ്ടമാനം ഇങ്ങനെ ബുഷായിട്ട് പൊട്ടി മുളച്ചു 300 രൂപയുള്ളൂ. ഇത് എടുത്താലും ഇത് വലുതായാലും 300 രൂപ കൊടുക്കണ്ട. ഇത് സെറ്റ് ഇത് എന്ത് എങ്ങനെയാണ്? ഇതൊക്കെ അത് നാടൻ. ഇതൊക്കെ ഡീൻ ഡ്യൂട്ടി. ഇട്ടതെ ഡീൻ ഡ്യൂട്ടി ഇടത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ തെങ്ങ്. ഇതിപ്പോ ഇവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്ത്. ഇതിപ്പോ ഇവിടുത്തെ ഇത് വരുന്നത് ഫാം വരുന്നത് എവിടെയാണ് കറക്റ്റ്? ഇത് പൊങ്ങത്ത്. പൊങ്ങെന്ന് പറയും. അതായത് നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ എറണാകുളം ജില്ലയുടെയും ബോർഡർ. ഇവിടെ തന്നെയാണ് ഇതൊക്കെ ഉത്പാദിപ്പിക്കുന്നത്. നമ്മൾ തന്നെ നമ്മുടെ 500 ഏക്കർ നമുക്ക് മലേഷ്യൻ ഗ്രീനിന്റെ വിത്ത് തോട്ടമുണ്ട്. 500 ഏക്കർ. അത് പൊള്ളാച്ചിന്ന് 600 കിലോമീറ്റർ പോകണം. അവിടെയാണ്. അത് നമ്മൾ 80 ദിവസം മൂപ്പത്തിയ തേങ്ങ കൊല കയറുമ്പോ കെട്ടി ഇറക്കി വിത്ത് തേങ്ങയായിട്ട് തന്നെ പാവി മുളപ്പിക്കുന്ന. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള തൈകളാണ്. ഇതിന് 200 രൂപ തന്നെയല്ലേ റേറ്റ്? അത് 200 തന്നെ. 200 രൂപ തന്നെയാണ് ഇതിനും റേറ്റ് വരണുണ്ടാവുക. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ തൈയുടെ ഒരു പ്രത്യേകത ഇതിന്റെ കട നോക്കിയത് കണ്ട. ഇവിടെ വെച്ചിരിക്കണം. ഇത് ചട്ടിയിൽ ഇത് ഡ്രമ്മിലായിരിക്കുന്നത്. പക്ഷെ കണ്ട അത് വരുന്നതണ്ട. പിന്നെ ഇങ്ങോട്ട് നോക്കി ഇത് കണ്ട. ഇതൊക്കെ കുറ്റ്യാടി ഉണ്ട്, നാടനുണ്ട്, പിന്നെ ഡീൻ ഡ്യൂട്ടി ഉണ്ട്. പിന്നെ ഇത് നോക്കി. ഇത് ഏത് മോഡലാണ്? ഇത് മലേഷ്യൻ ഡീൻ ഡ്യൂട്ടി. ഏത് വെറൈറ്റി എടുത്താലും ഇവിടെ ഒരു വിലയുള്ളൂ 200 രൂപയാണ്. 200 രൂപയ്ക്ക് ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് ഡിസ്കൗണ്ട് എന്തെങ്കിലും ഇപ്പൊ നിങ്ങൾ ബൾക്കായിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. ആ ഒരു ടൈപ്പ് ഇവിടെ ഉണ്ട്, അവൈലബിൾ. പിന്നെ ഇതും ഡീൻ ഡ്യൂട്ടിയാണ്. ഇതല്ലേ?
ഇതിന്റെ തൈക്കളൊക്കെ കണ്ട നല്ല കടവണ്ണുള്ള തൈക്കളാ. അത് കണ്ട ഇതാ, ഇതാ. തേങ്ങ കാണുമ്പോൾ അറിയാം നല്ല ബെസ്റ്റ് തൈക്കൾ. കടവണ്ണുള്ള ഏതെടുത്താലും 200 രൂപ ഇത്രയും പിന്നെ പൈസ കുറവിന് കിട്ടും. ഇത് മലേഷ്യൻ ഡീൻ ടൂട്ടി. ഇത് മലേഷ്യൻ അത് നോക്കിയ കടവണ്ണം കണ്ടോ? നല്ല കടവണ്ണുള്ള തൈകളാണ് ട്ടോ. ഇതെല്ലാം മലേഷ്യൻ ഡീൻ ടൂട്ടി എന്ന് പറയുന്ന റേറ്റുകളാണ് ഇത് ഇവിടെ ഉള്ളത് ഫുള്ള്. നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ റേറ്റ്, വെറും 200 രൂപ എന്നൊക്കെ പറഞ്ഞാൽ 200 രൂപയ്ക്ക് ഇത്രയും വലിയ തയ്യ കിട്ടാന്ന് പറഞ്ഞാൽ അത് വേറെ എവിടെയും അങ്ങനെ കൊടുക്കില്ലല്ലോ ഇത്രയും പൈസ കൊടുത്തിട്ട്. ഈ മലേഷ്യന്റെ ഒറിജിനൽ തൈ എങ്ങനെയാ തിരിച്ചറിയുന്നതെന്ന് വെച്ചാൽ ഇത് കണ്ടത്, ഇതിങ്ങനെ ഉരുണ്ടിരിക്കും, വെളുത്ത കളറായിരിക്കും. അതാണ് മലേഷ്യന്റെ തൈക്കളെ തിരിച്ചറിയുന്നത്. ഇതൊക്കെ ഇനി ഇതിലേക്ക് ആക്കാനുള്ളതാണ്. അല്ല, ഇത് തിരിവാണ്. ഇതാക്കിയിട്ട് തീരെ ചെറിയ സൈക്കിള് ഞങ്ങൾ ആക്കില്ല, നല്ലത് മാത്രമേ ആക്കുള്ളൂ. ഇതൊക്കെ തിരിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നുണ്ടത്, അതാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇത് കുറ്റ്യാടി എന്ന് പറയും. കുറ്റ്യാടി മോഡൽ കുറ്റ്യാടിയുടെ പ്രത്യേകത എന്നിട്ടാ, കുറ്റ്യാടിക്ക് കുറച്ചും കൂടെ മറ്റേ നമ്മുടെ മലേഷ്യനൊന്നും പോലെ പെട്ടെന്ന് കായ്ക്കില്ല, ഒരു 3-4 കൊല്ലം പിടിക്കും. പക്ഷേ കേട് കുറച്ച് കുറവുണ്ടെന്നാണ് പറയുന്നത് കുറ്റ്യാടിക്ക് നാടനും. പക്ഷെ നാടന് കൂടുതൽ സമയം എടുക്കും. ഈ മലേഷ്യൻ ഡീൻ ഡ്യൂട്ടി എന്ന് പറയില്ലേ, മലേഷ്യൻ ഡീൻ ഡ്യൂട്ടിയും കുഴപ്പമില്ല. അത് നമുക്ക് എത്ര ആളുകൊണ്ട് കായ്ക്കും? അതൊക്കെ 2.5 കൊല്ലം 3 കൊല്ലം കൊണ്ട് കായ്ക്കണം. ഹൈറ്റ് അധികം പോവില്ല. ഇത് കേട് കുറവായിട്ടുള്ളൊരു, ഏറ്റവും കേട് കുറവ് ശ്രീലങ്കനാണ്. ശ്രീലങ്കന് കേട് കുറവാ. ശ്രീലങ്കൻ എല്ലായിടത്തും 700 രൂപ 800 രൂപയൊക്കെ, നമ്മളിവിടെ അതും കൊടുക്കുന്ന 200. എല്ലാത്തിനും നമ്മൾ ഒരേ റേറ്റ് മേടിക്കുന്നു. ഇതൊക്കെ ഇതെന്ത് തെങ്ങായിരുന്നു ഡ്രമ്മിൽ വെച്ചിട്ട് ഇത്രയും വലുതായത്? ഇത് മലേഷ്യന്റെ ഇത് കാണാൻ തന്നെ ഒരു രസമുണ്ട്. അത് വരുമ്പോ തന്നെ അതിന്റെ ഇല എങ്ങനെ തിരിഞ്ഞാൽ മതി, പട്ട കാണാൻ നല്ല രസമുണ്ട്. ഡ്രമ്മിലാട്ടോ വെച്ചാൽ സ്ഥലം ഇല്ലാത്തവർക്കും ഡ്രമ്മില് വെറുതെ കൊണ്ട് വെക്കാം. പിന്നെ ഈ മലേഷ്യന്റെ ഈ അടയ്ക്കാൻ മരത്തിന്റെ പ്രത്യേകത കണ്ടോ? നോക്കി, ഇതിന്റെ നല്ല കടവണ്ണായിരിക്കും. ഇത്രയുള്ള തൈയും നമ്മൾ കൊടുക്കുന്നത് വില കുറച്ച് തന്നെയാണ്. ഇവിടെ കൊടുക്കുന്നത് 5 രൂപയുടെ വ്യത്യാസം. അതാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതൊക്കെ അടയ്ക്കാൻ മര തൈക്കള്, അത് വലിയ തൈക്കള്. ഇത് ഏത് മോഡൽ? മലേഷ്യൻ അത് മലേഷ്യൻ വർദ്ധൻ എന്ന് പറയുന്നത് തൈയാണ്. പിന്നെ ഫ്രൂട്ട്സിന്റെ ഒക്കെ അവര് പിള്ളേര് പരിചയപ്പെടുത്തി തരും. ഇത് ഫ്രൂട്ട്സിന്റെ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തട, വിലയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തടാ. അവര് ബാക്കി കാര്യങ്ങളൊക്കെ പിള്ളേര് പരിചയപ്പെടുത്തി തരും കേട്ടോ. അപ്പൊ നമുക്കത് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ഫ്രൂട്ട്സുകളുടെ ഇതൊക്കെ പരിചയപ്പെടാം. ഫ്രൂട്ട്സ് ചെടികൾ അങ്ങനത്തെ കുറച്ചാണ് ഇവിടെ. അപ്പോൾ അത് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഈ ബ്രോ ആണ്. ബ്രോന്റെ പേര്? എൻ്റെ പേര് അക്ഷയ് എന്നാണ് പേര്. ബ്രോ ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നമുക്ക് ഇവിടുത്തെ ഫ്രൂട്ട്സ് എന്നൊക്കെ പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ പ്ലാവിന്റെ തൈകളാണ് ഇരിക്കുന്നത്. ഇതൊക്കെ എന്ത് ടൈപ്പ് മോഡലൊക്കെ പ്ലാവുകളാന്ന്? ഇപ്പൊ J33 ഉണ്ട്, വിയറ്റ്നാം എയർലി ഉണ്ട്, അങ്ങനത്തെ ടൈപ്പ് ഉണ്ട്. ഇതിനൊക്കെ എത്ര രൂപ വരുന്നത്? ഇതിന് നമ്മൾക്ക് 150. പുറത്തൊക്കെ നോക്കണെങ്കിൽ നമുക്കൊരു 300 രൂപ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 150-200 കിട്ടും. നല്ല കായ ഉണ്ടായിക്കുന്നുണ്ട്. കായ ഉണ്ടായി നിൽക്കുന്ന പ്ലാവുകളാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വരും എത്ര 150-200 ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇഷ്ടം പോലെ ഉണ്ടായി ഉണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് ഇഷ്ടംപോലെ പ്ലാവിന്റെ തൈകൾ കുറെ ഉണ്ട്. ഉണ്ടായി നിൽക്കുന്നത് വേണമെങ്കിൽ ഇതൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇവിടേക്ക് ഉണ്ട് കുറെ ഉണ്ടായി നിൽക്കുന്ന തൈകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 150-200 രൂപയ്ക്കൊക്കെ കേട്ടോ. 150 ഏറ്റവും വില കുറച്ച് കൊടുക്കുന്നത് അതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമുക്ക് മാവിന്റെ ഇതിലേക്ക് നോക്കാം. കാലാപാടി ഇരുന്നുണ്ട്. ഇത് കാലാപാടി എന്ന് പറഞ്ഞ ടൈപ്പ് വേണ്ട, കാലാപാടി ടൈപ്പ് മോഡലാണ് മാവ്. ഇതിനൊക്കെ എത്ര രൂപയ്ക്കും വരുന്നത്? ഇത് നമുക്ക് 150 വരുന്നുള്ളൂ. 150 വരുന്നത് ഇതുണ്ട്. പിന്നെ ഇവിടെ നാംഡോക്ക് മായുടെ, ഇത് നാംഡോക്ക് മായ എന്ന് പറയുന്ന ടൈപ്പ് മാവാണ്. ഇതിനും ആ റേഞ്ച് വരുന്നത് 150 രൂപ. ഇത്രയും വലിയ മാവിന്റെ തൈയാട്ടം 1.5 വർഷം നമുക്ക് കായ്ക്കണം തൈകളാണ്. ഇത്രയും വരുന്ന മാവാണ് നിങ്ങൾക്ക് വെറും 150 രൂപയ്ക്ക് കിട്ടണത്. ആ ഒരു ടൈപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ വേറെ മാവുണ്ട്. ഇത് എത്ര റേഞ്ച് പറഞ്ഞേ? ഇത് നമുക്കൊരു 200 രൂപ 50 രൂപയുടെ എക്സ്ട്രാ കിട്ടാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിയ തൈ കിട്ടും. പൂത്ത് ഇതൊക്കെ മണ്ണിലേക്ക് വെച്ച് കൊടുത്താൽ മതി. പൂത്ത് നിൽക്കുന്ന ഇത് കാലാപ്പാടിയാണ്. കാലാപ്പാടി പൂത്ത് നിൽക്കുന്ന കാലാപ്പാടിയുടെ മാവാണ്ടത്. അത് വേണ്ടവർ ഇവിടെ ഉടനെ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ കാലാപ്പാടിയുടെ വേറെ കുറച്ചും കൂടെ അത്യാവശ്യം വലിയ തൈയാണ്. അപ്പൊ അത് വേണ്ടവര് ഇവിടെ വരിക. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബേറാപ്പിള് പൂത്ത് തുടങ്ങി നമ്മുടെ കാലാവസ്ഥയുടെ അനുയോജ്യമായിട്ട് പോണത് തന്നെയാണ്. ഇതിന് എത്ര റേറ്റ് തന്നെ? ഇതിനും 150 തന്നെ. 150. ഇത്ര വലിയ തൈക്ക് 150 ചാർജ് ചെയ്യുന്നുള്ളൂ. അത് ബേറാപ്പിളിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത്
നമ്മളെ ആപ്പിൾ പോലെ തന്നെ ഇരിക്കും, ചെറിയതാണ്, ചെറിയ ആപ്പിളാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഗ്രീൻ ആപ്പിളിന്റെ അതേ അതെ അതെ ടേസ്റ്റിൽ വരുന്ന സാധനം ഉണ്ടത്, ബേർ ആപ്പിൾ എന്ന് പറയുന്നത്, അതുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയുന്നത്, അത് സീതപ്പഴം എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ ആത്തയുടെ ഒക്കെ ഇതിൽ പറ്റിയ ആ ഒരു ടൈപ്പാണ് കേട്ടോ. ഇതിന് എത്ര റേറ്റ്? 150 വരുന്നുള്ളൂ. 150. അത് ഇവിടെ ഓൾമോസ്റ്റ് അതിന് 150 ആ റേഞ്ചിലായിക്കോട്ടെ അത് ഉണ്ടാവുക. ആ ഒരു ടൈപ്പ് ഇവിടെ ഉണ്ട്. ഇത് മറ്റേ ഞാവൽപ്പഴം. 1.5 വർഷം 2 വർഷം കൊണ്ട് ഫുൾ ആയിട്ട് മരമായിട്ട് പോവില്ല, ഇങ്ങനെ ബുഷേഴ്സ് ആയിട്ട് നിന്നിട്ട് അങ്ങനെ വരുന്നത്. ഇതിന് എത്രയാ വരുന്ന റേറ്റ്? ഇതിന് 200 തന്നെ വരുന്നുള്ളൂ. 200 ആ റേഞ്ച് തന്നെയാണ് മിക്ക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു സാധനം നോക്കി കഴിഞ്ഞാൽ ഒരു 150-200 റേഞ്ചിൽ നിങ്ങൾക്ക് അതെല്ലാം കിട്ടും. ഇതാ പിന്നെ ഇവിടെ ഉണ്ടായി നിൽക്കുന്ന സ്വീറ്റ് ഓറഞ്ച് ആണ്. ഉണ്ടായി നിൽക്കണ്ട ഇത്ര ചെറുത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതാ ഇതാണ്. ഇതിന് ഏകദേശം എത്ര വരും? 150 തന്നെയാണ്. ഇതിന് 150 തന്നെയാണ് ഏകദേശം എല്ലാത്തിലും റേറ്റ് ആണ്. പിന്നെ ഇവിടെ നോക്കി നിറച്ച് ഇത് സീഡ്ലെസ് ലെമൺ ആണോ? ചെറുപ്പത്തിൽ കുറെ ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടം ഇവിടെ ഉണ്ടായി തുടങ്ങുന്നു. അതായത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതില് പൂവിട്ട് തുടങ്ങിയതുണ്ടാവും ഒരു ചെടിയിൽ തന്നെ, പിന്നെ ഉണ്ടായി നിൽക്കുന്നുണ്ടാവും, പിന്നെ ഇത് ചെറുതുണ്ടാവും. അങ്ങനത്തെ ഒരു വെറൈറ്റി ഇതിനുണ്ട്. എത്രയാണ് റേറ്റ്? ഇതിന് 150 തന്നെയാണ്. സീഡ്ലെസ് ഓറഞ്ച് ഉണ്ട്. ഇത് സീഡ്ലെസ് ഓറഞ്ച് എന്ന് പറയുന്നത് ഇതിന് 150 തന്നെയാണോ? 150 നാടനുണ്ട്. മറ്റേ ഓറഞ്ച് അത് ലെമൺ, നാടൻ ലെമൺ വേണം, ചെറുനാരകം. അപ്പൊ അത് വേണമെന്നുള്ളവർക്ക് അത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. 150 രൂപയ്ക്ക് കിട്ടും. പിന്നെ വെരിഗേറ്റഡ് അല്ലേ? വെരിഗേറ്റഡ് ഇതാ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതേ കണ്ടോ ഉണ്ടായി നിൽക്കുന്ന വെരിഗേറ്റഡ് കുറെ ഉണ്ട്. ഇതൊക്കെ വെറൈറ്റി ലെമൺ ആണ്. അതെ ചെറുത് ഇലയുടെ അതേ കളർ വരുന്ന. ഇതിന് എത്രയാണ് ബ്രോ റേറ്റ്? ഇതിന് നമുക്കൊരു 200 രൂപ കൊടുക്കാം. 200 രൂപ കൊടുക്കാം. അതെ ഈ വെരിഗേറ്റഡ് നിങ്ങൾക്ക് ചെടി പോലെ വളർത്താനും പറ്റും. ഇല കാണാൻ നല്ല ഭംഗിയുണ്ട്, സാധനം ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതുണ്ട്. ബനാന സപ്പോർട്ട് വരുന്നുണ്ട്. സപ്പോർട്ട ബനാന സപ്പോർട്ട ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ബനാന സപ്പോർട്ട. ഇതിന് എത്ര രൂപയാണ് വരുന്നത്? ഇതിന് നമുക്ക് 150 വരുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മള് നോർമൽ സപ്പോർട്ട പോലെ നമ്മുടെ കുറച്ചുകൂടി വലിയ കുറെ ഉണ്ടാവുകയും ചെയ്യും. ഇത് പൊക്കം വെക്കൂല, പൊക്കം അധികം വെക്കാതെ. എത്ര 200 150 രൂപ. ഇത്രയും വലിയ തൈക്ക് 150 രൂപ വരുന്നത്. ആ ഒരു ടൈപ്പ് തൈകൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇത് നമ്മുടെ നോർമൽ സപ്പോർട്ട് അല്ലേ? സാധാ സപ്പോർട്ട. നോർമൽ സപ്പോർട്ട് ഉണ്ട്. ഇതിന് എത്ര വരുന്നത്? 150-100 രൂപയ്ക്ക് ആ റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. വെറും 150-100 റേഞ്ചിൽ വലിയ സപ്പോർട്ട അതുണ്ട്. ഇത് പ്ലാവല്ലേ? ഇത് J33 വരുന്ന ഒരു പ്ലാവാണ്. J33യുടെ നല്ല വലിയ കായായിരിക്കും. ഉള്ളിൽ ചോളാന്ന് പറഞ്ഞാൽ വലിയ ചോളായിട്ട് വരുന്നത്. ഇതിന് എത്ര റേറ്റ്? 150. ഇവിടെ ഒരുപാട് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണേലും സ്റ്റോക്ക് കൂടി ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരും കേട്ടോ. പിന്നെ നമുക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ഇപ്പോ ഓൺലൈൻ ഡെലിവറി ഇല്ലല്ലോ? ഓൺലൈൻ ഡെലിവറി ഇല്ല. അതായത് നമ്മൾ ഇവിടെ വന്ന് തന്നെ ബൾക്കായിട്ടൊക്കെ ആണെങ്കിൽ ഓൺലൈനായിട്ട് കൊടുക്കണോണ്ട് കുഴപ്പമില്ല. അതായത് ഇവിടെ അടുത്ത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഇവര് ഡയറക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്ത് തരും. അങ്ങനെയാണ്. അല്ലാണ്ട് ഓൺലൈനായിട്ട് 1-2 ആയിട്ട് വാങ്ങാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. ഇവിടെ വന്ന് തന്നെ വാങ്ങണം. പിന്നെ ലിപ്പോട്ടയുടെ ഫ്രൂട്ട് വരുന്നുണ്ട്. ഇത് ലിപ്പോട്ട പറയുന്നുണ്ട്. ആ ഒരു ടൈപ്പാണ്. ഏകദേശം 2.5 വർഷത്തോണ്ടൊക്കെ ഫുൾ ആയിട്ട് പോലെ. ഇതിന് എത്ര റേറ്റ് പറഞ്ഞത്? ഇതിന് 150 രൂപ. 150 രൂപ. അത് റേറ്റ് ഫ്രൂട്ടുകളാണ് 150 രൂപ ഇതിന് വരുന്നത്. ഇത് എന്ത് പ്ലാവാണ് ഈ ഒരു ടൈപ്പ്? ഇത് റെഡ് ജാക്ക് ആണ്. ഇത് നല്ല റെഡ് ചോളയായിരിക്കും. നല്ല കുറച്ച് മധുരം കുറഞ്ഞ പക്ഷേ നല്ല വലിയ ചോളയും അങ്ങനെയാണ്. റെഡ് ജാക്കിന്റെ പ്ലാവാണ്. ഇതും 150 രൂപ തന്നെയാണ്. 150 രൂപ. ആ ഒരു ടൈപ്പ് ഉണ്ട്. വിയറ്റ്നാം സൂപ്പർ ലെയർലി ഉണ്ട്. വിയറ്റ്നാം സൂപ്പർ ലെയർലിയുടെ പ്ലാവ് നല്ല ഔഷധ ഗുണങ്ങളുള്ള പ്ലാവാണ്. അവര് ഇത്ര ഹൈറ്റ് ആയതാ കേട്ടോ. ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കണം? 150. ഇതും വെറും 150 രൂപയ്ക്ക് ആട്ടോ അവര് കൊടുക്കണം. ഇത്ര ഹൈറ്റ് ആയ വിയറ്റ്നാം സൂപ്പർ ലെയറുടെ പ്ലാവ് ഉണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ റംബൂട്ടാൻ എവിടെയാണ്? റംബൂട്ടാൻ എവിടെ ഇരിക്കുന്നുണ്ട്? N18 ഉണ്ട്. N80 റംബൂട്ടാൻ. അത് ഇത്രയും അത്യാവശ്യം നല്ല പൊക്കായതാണ്. ഇതിന് ഏകദേശം എത്ര രൂപ തന്നെ? ഇതിന് ജസ്റ്റ് 150 രൂപ നമ്മൾ കൊടുക്കുന്നത്. 150 രൂപ കേട്ടോ. വെറും 150 രൂപയ്ക്കാണ് ഇത്രയും ഹൈറ്റ് വരുന്ന നമ്മുടെ റംബൂട്ടാൻ N80 കൊടുക്കണം കേട്ടോ. അതെ ഇത്രയും. ഇത് ഒരുപാട് ട്രിപ്പ് ഉണ്ട്. N80യുടെ അറിയാത്തവർക്ക് ഈ ഒരു വെറൈറ്റിയാണ് N80 എന്ന് പറഞ്ഞു വരുന്നത്. അത്യാവശ്യം ഉള്ളിൽ നല്ല കഴമ്പുള്ള നല്ല മധുരമുള്ള വെറൈറ്റിയാണ്. ആ ഒരു ടൈപ്പ് റംബൂട്ടാൻ വേണ്ട ചെറിയ കാമ്പാണ്. വെറുതെ ഇവരെ കോണ്ടാക്ട് ചെയ്യുക.
പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലിച്ചിയിലെ അതെ ചേച്ചി ലിച്ചിയുടെ മരമാണ് കേട്ടത്. ലിച്ചിയുടെ ലിച്ചി 150 രൂപ കൊടുക്കണേ. 150 രൂപ കേട്ടോ. ലിച്ചി വാങ്ങിച്ചു വെക്കാൻ നമ്മുടെ അവിടെ ഉണ്ടാവാനായിട്ട് പാടാണ്. തണുപ്പുള്ള ഒരു സ്ഥലത്തേക്ക് അതായത് ഈ സാധനം ഇത് ഇവിടെ ഉണ്ട്, പക്ഷെ ഇത് ആവശ്യമുള്ളവർ മേടിച്ചു വയ്ക്കുക. ഇത് ഉണ്ടാവാനായിട്ട് ഇച്ചിരി പാടാണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് ലിച്ചി ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇത് പുലോസാനല്ലേ ഇവിടെ ഇരിക്കുന്നത്, റംബൂട്ടാനെ പോലെ തന്നെ ഇരിക്കുന്ന പുലോസാൻ എന്ന് പറയുന്ന അതിന്റെ ഇത് ബഡ് തൈകളാണ്. അത് പെട്ടെന്ന് ഉണ്ടാവൂലേ? പെട്ടെന്ന് അവക്കാഡോ ഉണ്ട്. അവക്കാഡോ ഒന്ന് എടുത്ത് കാണിക്കാം ബ്രോ. അവക്കാഡോയുടെ തൈ വരുന്നത് കേട്ടോ. ഇതിന് എത്ര രൂപ വരുന്നത്? നമുക്ക് 150 രൂപ. 150 രൂപ. ഹെൽത്തി തൈകളാണ്. വെറും 150 രൂപയ്ക്ക് നിങ്ങൾക്ക് വീണ്ടും അവക്കാഡോയുടെ തൈ വേണമെങ്കിൽ എവിടെയും കിട്ടില്ല. അവക്കാഡോ അവൈലബിൾ ആയിട്ട് കിട്ടും. പിന്നെ അതേ സ്റ്റാർ ഫ്രൂട്ട് ഇവിടെ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടോ സ്റ്റാർ ഫ്രൂട്ടിന്റെ ആ ഒരു ഇതിന് എത്ര 150 രൂപ? 150 രൂപ. ഇത് 150 രൂപയ്ക്കാണ് കൊടുക്കണേ. നമുക്ക് 150 രൂപയ്ക്ക് ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നത്. ഇത് പൂത്ത് നിൽക്കുന്നുണ്ട്. അതേപോലെ ഇത് സ്റ്റാർ ഫ്രൂട്ട്, ഇത് മധുരം പുളിയും ചേർന്ന ടേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ആ ഒരു ടൈപ്പ് സ്റ്റാർ ഫ്രൂട്ട് വേണ്ടവർ ഇവിടെ കോണ്ടാക്ട് ചെയ്യുക. അതും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇത് ഒലാസപ്പോ എന്ന് പറയുന്ന ഇതല്ലേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒലാസപ്പോ എന്ന് പറയുന്ന ആ ഒരു വെറൈറ്റി ഫ്രൂട്ട്. ഇതിന് എത്ര റേറ്റ് തന്നെ? 150 രൂപ. 150 രൂപ തന്നെ കേട്ടോ. അതും ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാ ഫ്രൂട്ട് എല്ലാത്തിനും 150-200 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ വന്ന് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അവൈലബിൾ കിട്ടും. ഇത് പിന്നെ നമ്മുടെ കപ്പങ്ങ എന്ന് പറയുന്ന ആ ഒരു അതിന്റെ ചെറിയ തൈ, അതിന് എത്ര വരുന്നത്? കപ്പങ്ങയൊക്കെ നമുക്ക് 20 രൂപയ്ക്കായിരിക്കും. ഹെൽത്തി തൈ വരുന്നത്. ആ ഒരു റേറ്റ് നമുക്ക് ഇത് കിട്ടും. പിന്നെ മിൽക്ക് ഫ്രൂട്ട്, നമ്മുടെ കരിക്കിന്റെ പോലെ ഇരിക്കുന്ന ഉള്ളിരിക്കുന്ന മിൽക്ക് ഫ്രൂട്ട് ആണ്. അതായത് നല്ല ടേസ്റ്റ് ഉള്ളത്. ഇതിന് എത്ര റേറ്റ് നമുക്ക് 150 രൂപ. 150 രൂപ. ഇവിടെയുള്ള സകലം നമുക്ക് 150-200 ഇടയിൽ കിട്ടും. നമുക്ക് പിന്നെ ഇത് മുരിങ്ങ അല്ലേ? ഹൈബ്രിഡ് മുരിങ്ങ. അത് ഇത് 3 മാസം കൊണ്ട് അതിലൊക്കെ കിട്ടും. ഇത് നമുക്ക് ഇലയൊക്കെ കഴിക്കാൻ പറ്റില്ല. ഇലയും ഇലയും പിന്നെ ഇതിന്റെ ഇതും വരുന്നുണ്ട്. അപ്പൊ ഇത് എത്ര റേറ്റ് വരുന്നത്? 40 രൂപ ആയിക്കോട്ടെ. 40 രൂപയ്ക്കും ഇതിന്റെ റേറ്റ് തന്നെ ഉണ്ടാവുക. പിന്നെ നമുക്ക് ചെടികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ചെടി എടുത്താലും 50 രൂപ കേട്ടോ. അത് 50 രൂപ ഉള്ളു. ഏത് ചെടി എടുത്താലും നിങ്ങൾക്ക് 50 രൂപയ്ക്ക് ഇത് ഇവിടെ ചെടികൾ കിട്ടും. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാണെങ്കിൽ ഇത് മറ്റേ ഡ്രാഗൺ ഫ്രൂട്ട് റെഡ്. ഇത് എത്ര രൂപ വരുന്ന റേറ്റ്? അത് 100 രൂപ. 100 രൂപ ആയിക്കോട്ടെ. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ റെഡ് ഉണ്ട്. ഇത് റംബൂട്ടാനാണോ? അല്ല, അത് ലോങ്ങൻ. വില കൂടുതലാ, 500 രൂപയാണ്. ലോങ്ങൻ എന്ന് പറയുന്ന ചെടി 500 രൂപയാണ് ഇതിന്റെ റേറ്റ്. ബഡ് തൈ ആണ് 500 രൂപ കേട്ടോ ഇതിന്റെ റേറ്റ് വരുമ്പോ. ചേട്ടാ ഇത് അഗ്ലോണിയം അല്ലേ? അതെ. അഗ്ലോണിമയുടെ പല വെറൈറ്റി ഉണ്ട്. ഇത് ഏകദേശം നല്ല റേറ്റ് വരുന്ന ഒരു ചെടിയാണ്. പക്ഷെ ഇവിടെ അതിനും കുറവാ വില. 100 രൂപയുള്ളൂ. ഈ ഒരു വലിയ ചട്ടിയിൽ കൊടുക്കുന്ന ഇതിനല്ല, അത് കൊടുക്കാനല്ല. അത് കൊടുക്കാനല്ല. ഇത് ഇവിടെ വളർത്തണ കൊടുക്കുന്നുണ്ട്. അഗ്ലോണിയം ചേട്ടാ അവിടെ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവര് ജാതി മേടിക്കാനാ. എടാ ജാതി മേടിക്കാനാ? എത്ര വേണം? 5 10 നോക്കാൻ വന്നാണല്ലേ. ഇത് 2 തട്ട് 3 തട്ടായ ജാതിയാണ്. അതിനൊക്കെ 400 രൂപയുള്ളൂ. ജാതി മേടിക്കാൻ കസ്റ്റമേഴ്സ് ആട്ടോ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ഇവിടെ നിന്നാണോ എടുക്കാറ് വന്നിട്ട്? ചേട്ടൻ അറിയാന്ന് തോന്നുമല്ലോ അവരെ നേരത്തെ കണ്ടപ്പോ തന്നെ. ഇവരുടെ അപ്പച്ചനെയും കൂട്ടിയാ വരാറ് സ്ഥിരം ഇത് വാങ്ങിക്കാനായിട്ട്. അപ്പൊ ജാതി മേടിക്കാൻ വന്നവരാണ്. അപ്പൊ അതായത് അത്രയും ക്വാളിറ്റി ഉള്ള ഇതുകളുണ്ട്. ഇത് എത്രയായിരുന്നു ചേട്ടാ ഇതിന് റേറ്റ്? 400 രൂപ. 400 രൂപ കേട്ടത്. എത്രയും തട്ട് വന്ന 3 തട്ട് ഉണ്ടെന്ന് തോന്നുന്നു. 2 തട്ട് 3 തട്ടായത്. 3 തട്ടായ ജാതിയുടെ തൈകള് മേടിക്കാനായിട്ട് ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ അത് പിന്നെ ഇവിടെ ചെടികളുണ്ട്. കൊടുക്കണം കേട്ടോ. ചെടികൾ നമുക്ക് ഓരോന്ന് പരിചയപ്പെടാം. ഇത് മുരായമുല്ല. ഇതിപ്പോ വെളുത്ത പൂക്കള്, നിറച്ച് വെളുത്ത പൂവുണ്ടാവും. വെളുത്ത പൂവാണ്. ഇത് എത്ര റേറ്റ്? അതിനൊക്കെ 100 രൂപയുള്ളൂ. 100 റേറ്റ് ഉണ്ടോ? പിന്നെ അപ്പുറത്തെ ചൈനാടോൾ ഇരിപ്പുണ്ട്. അതിനും 150 രൂപയുള്ളൂ. 150 രൂപയ്ക്ക് നമുക്ക് ഈ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റിയ ചെടിയാണ് ചൈനാടോൾ എന്ന് പറയുന്നത്. പിന്നെ ഇത് റബ്ബർ പ്ലാന്റ് എന്ന് പറയുന്ന ഇതാണ്. അപ്പൊ ഇതിന് എത്ര റേറ്റ്? അതിനും 100 രൂപയുള്ളൂ. 100 രൂപ ഉള്ളൂ കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്ന റബ്ബർ പ്ലാന്റ് ഉണ്ട്. പിന്നെ ഇത് യുജീനിയ, ക്രിസ്റ്റീന, തുമ്പ്, ഇങ്ങനെ മാറി വരുന്ന യുജീനിയ വേണ്ടവർക്ക് അത് കൂടെ അവൈലബിൾ ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ചെടികൾ വെറൈറ്റി കുറെ ചെടികൾ പക്ഷെ പൊതുവെ ഞങ്ങളുടെ അടുത്ത് കുറവാണ്. ചെടികൾ ഉണ്ടായിരുന്നു. തെങ്ങ്, മാവ്, പ്ലാവ്, ജാതി അതൊക്കെയാണ് കൂടുതലും കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പൊ സ്റ്റോക്ക്
ഇപ്പൊ നിങ്ങൾ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട. പിന്നെ ഈ ഗോൾഡൻ ബാമ്പു ഒക്കെ 200 രൂപയുള്ളൂ ഇവിടെ. ഗോൾഡൻ ഇതൊക്കെ എല്ലായിടത്തും 1000 രൂപ കൊടുക്കണം. വീടിന്റെ സൈഡിലൊക്കെ വെക്കാൻ പറ്റിയ സാധനമാണ്. ഗോൾഡൻ ബാമ്പു വെറും 200 രൂപയ്ക്കാണ് കൊടുക്കണം. പിന്നെ വൈറ്റ് ബാമ്പു ഇതിന് അതിനൊക്കെ 150 രൂപയുള്ളൂ. 150 രൂപ ആ റേഞ്ചിലായിക്കോട്ടെ ഇതിന്റെ റേറ്റ് വന്നിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ ഒരുപാട് വെറൈറ്റി തെങ്ങും തൈകള്, കവുങ്ങും തൈകള്, പിന്നെ മാവ്, പ്ലാവ്, അങ്ങനെ ഒരുപാടുള്ള നമ്മൾ ഓടി ചെയ്താണെങ്കിലും നിങ്ങൾക്കറിയാം നമ്മൾ എത്രത്തോളം വില കുറച്ചിട്ടാണ് ഇവിടെ ഈ നഴ്സറിയിൽ ഓരോ സാധനങ്ങൾ കൊടുക്കുന്നത്. അന്നത്തെ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ ഹിറ്റായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ നിങ്ങൾ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല നിങ്ങൾ പറയുന്ന സ്റ്റോക്കുകൾ റെഡിയാക്കി ഇവിടെ വെക്കും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ട് എടുക്കുക. പിന്നെ ഓഫറുകൾ മറക്കാതിരിക്കുക ചേട്ടാ, അതൊന്നും കൂടെ നമുക്ക് പറയാം. ഓഫർ അതായത് ഈ വീഡിയോ കണ്ടു വരുന്നവർക്ക് 400 രൂപയുടെ മലേഷ്യന്റെ തെങ്ങ് ഒരെണ്ണം ഫ്രീ. ഇനി തെങ്ങ് വേണ്ടാത്തവർക്കാണെങ്കിൽ മറ്റേ ഫോക്സ്റ്റൈൽ പാമ്പ് വലുത് അത് ഒരെണ്ണം എടുക്കാം. അതും അല്ലെങ്കിൽ ഞങ്ങളുടെ പുതിയ ബ്യൂട്ടി പാർലറിൽ വന്നാല് ഹെയർ കട്ട്, ഹെഡ് മസാജ്, ഫേഷ്യൽ സ്ക്രബ് ഫ്രീ. അതിനിപ്പോ ഒറ്റ പൈസയും കൊടുക്കണ്ട. നിങ്ങൾ ഈ വീഡിയോ കണ്ടു ഞങ്ങൾ വന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് ചെയ്ത് തരും. അവിടെ ഗ്രേസ് ഫാമിലി ബ്യൂട്ടി സലൂൺ അതാണ്. ഗ്രേസ് ഗാർഡൻ അഗ്രോ നഴ്സറിയുടെയും ഗ്രേസ് ഫാമിലി ബ്യൂട്ടി സലൂൺ, അങ്ങനെ 2 സഹോദരങ്ങൾ. പിന്നെ അവിടെ ഇനിയിപ്പോ ഏതെങ്കിലും വല്ല പാവപ്പെട്ട ഫാമിലികൾക്കൊക്കെ വല്ല കല്യാണോ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണെങ്കിൽ അവരുടെ ബ്രൈഡൽ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഫുള്ള് ഫ്രീ. മെറ്റീരിയലിന്റെ പൈസ പോലും ഓൾറെഡി നമ്മൾ അവിടെ നിന്ന് പറഞ്ഞിരുന്നു. അതായത് നിങ്ങൾക്ക് ഈ കല്യാണം അങ്ങനത്തെ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇതിൽ ഫ്രീ ആയിട്ട് അവർ ചെയ്ത് കൊടുക്കട്ടെ. ഇതാണ് അവരുടെ നമ്മുടെ ഗ്രേസ് ഗാർഡന്റെ നമ്മുടെ ഓപ്പണിംഗ് ഗ്രേസ് ഫാമിലി സലൂണിന്റെ അതിന്റെ ഓപ്പണിംഗ് ഓഫറാണ്. അത് ഓപ്പൺ ചെയ്തിട്ട് അധികം നാളായിട്ടില്ലാന്ന് തോന്നുന്നു. ഞാൻ ഓൾറെഡി അവിടെ മേടിച്ച് ചെയ്തിരുന്നു. അപ്പൊ അത് കാണാത്തവർ അത് കാണാം. പിന്നെ ഇതിൽ കണ്ടുവരുന്നവർക്കാണെങ്കിൽ ഇപ്പൊ അവിടുത്തെ താല്പര്യം ഈ ചെടികളോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വന്ന് ചെയ്യാം. അല്ലാത്തവർക്ക് ഇവിടെ വരാം. നിങ്ങൾക്ക് എല്ലാം ഇവര് ഇവിടെ സെറ്റ് ചെയ്ത് തരും. ചേട്ടാ കറക്റ്റ് ലൊക്കേഷൻ ഒന്നും കൂടെ നമുക്ക് പറയാം. അവിടുത്തെ ലൊക്കേഷൻ പറയാം. ഇത് തൃശ്ശൂരും എറണാകുളം ജില്ലയുടെ ബോർഡറിൽ അവിടെ പെട്രോൾ പമ്പ്, നൈര പെട്രോൾ പമ്പ്, പെട്രോൾ പമ്പിന്റെ അതെ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഇപ്പൊ എറണാകുളം ഭാഗത്ത് വരുന്നവര് ഇവിടെ എത്തിയിട്ട് നമ്മുടെ നൈര പെട്രോൾ പമ്പ് കഴിഞ്ഞ് വേറൊരു പെട്രോൾ പമ്പും കൂടി ഉണ്ട്. അവിടെ യൂ ടേൺ അടിച്ചു വരാം. തൃശ്ശൂർ ഭാഗത്ത് വരുന്നവര് ആ പെട്രോൾ പമ്പ് കഴിയുമ്പോ തന്നെ ഈ സർവീസ് നൈര പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബോർഡ് കാണാൻ പറ്റും. ഗ്രേസ് ഗാർഡൻ അഗ്രോ നഴ്സറി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ബ്യൂട്ടി പാർലർ വരുന്നത് മാള കോട്ടമുറിയിൽ. ഞാൻ ലൊക്കേഷൻ 2 ഇട്ടേക്കാം. ഇതിനകത്ത് ഇടാം. ബ്യൂട്ടി പാർലറിന് ഇടാം. ഇതിന് പിന്നെ ഫോൺ നമ്പർ, ഓൾറെഡി ഫോൺ നമ്പർ ഈ നമ്പറിൽ തന്നെ വിളിച്ചാലും ബ്യൂട്ടി പാർലറിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അതെ ഈ നമ്പർ അല്ലേ, ഈ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പൊ നിങ്ങൾ ഇവിടെ വരിക, വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും. പിന്നെ അവിടെ പെഡിക്യൂറിനൊക്കെ 400 രൂപയുള്ളൂ. 400 രൂപ, വെറും 400 രൂപയ്ക്ക്. അത് 5-8 സ്റ്റാഫ് ഉണ്ട്. പിന്നെ മസാജൊക്കെ അല്ല അത് ഫ്രീ അല്ല, സോറി അതിന് പൈസ കുറവുണ്ട്. 300 രൂപയൊക്കെ 1000 രൂപ 1500 രൂപ മേടിക്കുന്ന മസാജിനൊക്കെ അവിടെ 5-8 സ്റ്റാഫ് ഉണ്ട്. അപ്പൊ എപ്പോ വന്നാലും പെട്ടെന്ന് വർക്ക് ചെയ്ത് പോയി. ഞാൻ ആ ഒരു വീഡിയോ കാണാത്തവർക്ക് ഞാൻ മേളിൽ ഇട്ടേക്കാം. വീഡിയോ നോക്കുക നിങ്ങള്, വീഡിയോയുടെ മേളിൽ ഇട്ടേക്കാം. അപ്പൊ അത് കാണുക. ആ ഒരു വീഡിയോ കാണാത്തവർ കാണാം. കുറെ ഓഫേഴ്സ് ഉണ്ട് മറ്റേ ബ്യൂട്ടി പാർലറിൽ. അപ്പൊ അതൊക്കെ വന്ന് നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഗാർഡനിലേക്ക്, അതായത് നിങ്ങളുടെ പറമ്പിലേക്ക് ആവശ്യമായ തെങ്ങും തൈ, കവുങ്ങും തൈ, അങ്ങനത്തെ മാവ്, പ്ലാവ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങാൻ. നിങ്ങൾക്ക് ഇതിലും വിലക്കുറവ് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ചേട്ടാ താങ്ക് യു. അപ്പോൾ എന്തായാലും എല്ലാം അടിപൊളിയാവട്ടെ. അപ്പോൾ നമ്മുടെ മറ്റേ പയ്യൻ അവന്റെ കാര്യം പറയാൻ വിട്ടുപോയി. അവനിപ്പോ എവിടെയാന്നറിയാമോ? അബുദാബിയില് 1 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്നത്. ഫോർമാൻ ആയിട്ടാണ് അവൻ വർക്ക് ചെയ്യുന്നത്. മുമ്പത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മുടെ സാബർ. അത് ഇപ്പോഴും കസ്റ്റമേഴ്സ് വരുമ്പോ ചോദിക്കുന്നുണ്ട് അവനെവിടെയാണ് സാബർ, എവിടെയാണ്. ഈ വീഡിയോ അന്ന് ആളാണ് നമുക്ക് ഫുള്ള് പരിചയപ്പെടുത്തി തന്നത്. അപ്പൊ ആള് ഇവിടെ നിന്ന് അവനെല്ലാം അറിയാം. എനിക്ക് തന്നെ ഒന്നും അറിയാൻ പാടില്ല. ആളാന്ന് നോക്കിക്കൊണ്ടിരുന്നത്. ആള് ദുബായിലേക്ക് പോയി. അവിടെ ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് സാലറി ഒക്കെ മേടിച്ച് നിൽക്കാണ്. അപ്പൊ അന്ന് ആ വീഡിയോ കണ്ട് എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ നമ്മുടെ വേറെ പിള്ളേരും ഇവിടെയൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ ചേട്ടാ ഓക്കെ, ശരി, താങ്ക് യു.